കേരളത്തിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അപൂർവ പൂജകളിലൊന്നാണ് ദശാവതാരം ചന്ദനച്ചാർത്ത്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളെയും 10 ദിവസങ്ങളിലായി ചന്ദനം ചാർത്തുന്നുവെന്നതാണ് പൂജയുടെ പ്രത്യേകത. തൃശൂർ ജില്ലയിലെ എയ്റവ് ക്ഷേത്രത്തിലും കഴിഞ്ഞ 8 വർഷമായി മുടക്കമില്ലാതെ ചന്ദനച്ചാർത്ത് നടത്തുന്നു. ഈ വഴിപാടിലും പൂജയിലും പങ്കെടുക്കുന്നതിനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. തൃശൂർ ഐറവ് ക്ഷേത്രത്തിന് ചരിത്രപരമായും ഐതിഹ്യപരമായും നിരവധി പ്രത്യേകതകളുണ്ട്. പ്രാർത്ഥനക്കായി എത്തുന്ന ഓരോ ഭക്തനും അതുകൊണ്ട് ക്ഷേത്രവുമായി വലിയ ആത്മബന്ധവുമുണ്ട്. എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഐറവ് മഹാവിഷ്ണു ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ദശാവതാരം ചന്ദനച്ചാർത്ത് പൂജ തന്നെയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവയാണ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ. ഈ അവതാരങ്ങൾ ഓരോന്നും ഐറവ് ക്ഷേത്രത്തിലെ ചന്ദനച്ചാർത്തിനായി എത്തുന്ന ഭക്തർക്ക് നേരിട്ട് കാണാനാകും. ചന്ദനച്ചാർത്ത് നടക്കുന്ന 10 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദനത്തിനൊപ്പം ചേർക്കുന്ന അലങ്കാരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ചന്ദനമരയ്ക്കുമ്പോൾ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും ചേർക്കും. ഇത് ഔഷധ ഗുണവും സുഗന്ധവും പ്രദാനം ചെയ്യുന്നു. ചന്ദനം തലേ ദിവസം അരച്ചു വെക്കണം. കളഭപ്പൊടി ഉപയോഗിച്ചുള്ള കളഭച്ചാർത്തിൽ നിന്നും വ്യത്യസ്തമാണ് ചന്ദനമുട്ടിയിൽ അരച്ചെടുത്ത ചന്ദനം കൊണ്ടുള്ള ചാർത്തും. ദശാവതാരത്തിലെ ഈ ഭഗവാനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കൾ തനിയെ തന്നെ ഉണ്ടാക്കുന്നു. അത് പുലർച്ചെ 2 മണിക്ക് അഭിഷേകത്തിന് ശേഷം ഭഗവാനെ അണിയിച്ചൊരുക്കി 5 മണിക്ക് നട തുറക്കുമ്പോൾ ദർശനത്തിന് പാകമായി ചെയ്തു വരുന്നു. എല്ലാ ദിവസങ്ങളിലും പുലർച്ചെ 2 മണിക്ക് മുടക്കമില്ലാതെ ശാന്തി മണി നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെത്തി വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തി അലങ്കാരങ്ങൾ അണിയിക്കുന്നത്. ചന്ദനം ചാർത്തിന് മുന്നോടിയായി വിഗ്രഹത്തിന് ലഭിക്കേണ്ട ആകാര ഭംഗിക്കായി വയനാട്ടിൽ നിന്നും പ്രത്യേകമായി എത്തിക്കുന്ന കവുങ്ങിൻ പാളകളും ഉപയോഗിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.